നമസ്കാരം. നടി കാവ്യ മാധവനെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്തു. നടൻ ദിലീപിന്റെ റിമാൻഡ് അടുത്ത മാസം 8 വരെ നീട്ടി. സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെയും പരാതി. പീഡനക്കേസിൽ പിടിയിലായ എം വിൻസെന്റ് MLA ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. ശിശുക്ഷേമ സമിതിയിലും അഴിമതി അറസ്റ്റ്. ഹോട്ടലിൽ മുറിയെടുത്ത് പണം നൽകാതെ മടങ്ങിയത് ADGP. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കൊല്ലത്ത് മദ്യലഹരിയിൽ വനിതാ ഡോക്ടർ പരാക്രമം കാട്ടി ഏറെ നേരം നഗരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും വനിതാ ഡോക്ടറുടെ ശ്രമം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വനിതാ ഡോക്ടർ ഏറെ നേരം നഗരത്തെ പരിഭ്രാന്തിയിലാക്കിയ ഡോക്ടറെ ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ രാജ്കുമാർ ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. രാജ്കുമാർ, എന്തായിരുന്നു കൊല്ലത്തിൽ സംഭവിച്ചത്? 7:30 ഈ വനിതാ കൊല്ലത്തെ മിയന്നൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡോക്ടറായിട്ടുള്ള രശ്മി നായർ മദ്യലഹരിയിൽ വാഹനമോടിച്ചു വരികയും ആദ്യം 2 കാറുകൾ ഇവർ കൊല്ലം മാടനടയ്ക്ക് സമീപത്ത് വെച്ച് ഇടിച്ചു താർത്തു. ഇവർ ബെൻസ് കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. തുടർന്ന് നാട്ടുകാർ ഇവരുടെ വാഹനം തടയുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ദേശീയപാതയിൽ വാഹന ഗതാഗതമുണ്ടായി, തടസ്സമുണ്ടായി. പോലീസ് എത്തി പരിശോധിക്കുമ്പോൾ ഇവരുടെ വാഹനത്തിനുള്ളിൽ മുഴുവനും മദ്യക്കുപ്പികളായിരുന്നു. ഇവർ മദ്യലഹരിയിൽ തന്നെയായിരുന്നു. ഉടൻ തന്നെ ഇവരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പോലീസിന് നേരെയായി പിന്നെ ഇവരുടെ പരാക്രമവും തെറിവിളിയും ഒക്കെ തുടർന്ന് വലിയ ഭീഷണികളും ഉണ്ടായി. എന്തായാലും പോലീസ് അവിടെ നിന്ന് വനിതാ പോലീസിന്റെ സഹായത്തോടെ ഇവരെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. ഇവരെ എത്തിച്ചപ്പോൾ താൻ ഡോക്ടറാണെന്നും തനിക്ക് ആസ്മയുടെ കുഴപ്പമുണ്ടെന്നും താൻ മദ്യപിച്ചിട്ടില്ലെന്നും ഇവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആശുപത്രി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇവരുടെ രക്തം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. ഡോക്ടറോട് നമ്മളെ അന്വേഷിച്ചപ്പോൾ ഇവർ നല്ല നിലയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെ മാധ്യമപ്രവർത്തകർ പറഞ്ഞു. തുടർന്ന് ഇവർ പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ സമയം പോലീസിന് നേരെ ഇവർ കയ്യേറ്റത്തിന് ശ്രമിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകർ ചിത്രീകരിക്കുന്നതിനിടെ ഇവർ ക്യാമറ അടിച്ചു തകർക്കുന്നതിനും മറ്റൊരാളെ തൊഴിച്ചു വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് ഇവർ മുഷ്ടി ചുരുട്ടി മാധ്യമപ്രവർത്തകരെ അടിക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി 3-4 ഗുണ്ടകളും ഇവരുടെ സന്ദർശകരായി അവിടെ ഉണ്ടായിരുന്നു. ഇവർ മാധ്യമപ്രവർത്തകരെ ഇവരെയും ആക്രമിച്ചു. ഇവരെ അതിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ ജില്ലാശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് സമാനമായ സംഭവങ്ങൾ മുമ്പും ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർ മുമ്പ് കരുനാഗപ്പള്ളിയിൽ അപകടത്തിൽ വന്ന ഒരു ആംബുലൻസിന്റെ താക്കോൽ ഊരിക്കൊണ്ടുപോയ ഒരു സംഭവം കൂടി നമ്മൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ കുറിച്ച് മുമ്പുള്ള കേസിന്റെ വിശദാംശങ്ങൾ മുഴുവനും ഉടൻ പുറത്തു വരും. മുമ്പും ഇവർ ഇതുപോലെ തന്നെ മദ്യപിച്ച് വാഹനമോടിച്ച് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയതിന്റെ കേസുകൾ കൊല്ലം ജില്ലയിൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. രാജ്കുമാർ, ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടായി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ മദ്യപിച്ച ഈ വനിതാ ഡോക്ടർ തന്നെ ആയിരുന്നോ വാഹനം ഓടിച്ചിരുന്നത്? ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ ഗുരുതരമായ തരത്തിലുള്ള വാഹനാപകടങ്ങൾ എന്തെങ്കിലും നഗരത്തിലുണ്ടായോ? തീർച്ചയായും ഇവർക്കൊപ്പം മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. അയാൾ കാർ റേസിൽ പ്രഗത്ഭനായ ഒരു യുവാവ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് അയാളെയും കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും അവിടെ 2 മണിക്കൂറോളം വാഹന ഗതാഗത തടസ്സമുണ്ടായി. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഇവർ ബെൻസ് കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇവരുടെ ഈ വണ്ടിയുടെ ഇടിയുടെ ആഘാതത്തിൽ മറ്റൊരു കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അയാളെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടറെ ജാമ്യത്തിൽ വിട്ടോ പോലീസ്? ഇവരിപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ഇവർ ജാമ്യത്തിൽ വിടുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ മദ്യലഹരിയിലായത് മാത്രമല്ല മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക കൂടി ചെയ്തു. പോലീസിന്റെ ഡ്യൂട്ടിയും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു നിലപാട് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിയതിന് ഇവർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുമോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. എന്തായാലും അവർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒരുപക്ഷെ വിട്ടേ ഡോക്ടറാണെന്ന് പറയുന്നു. കൊല്ലത്തെ ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൊല്ലം മിയന്നൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡെന്റൽ വിഭാഗം ഡോക്ടറാണ് ഇവർ.
ഇവരുടെ ഈ വിവാഹബന്ധം ഇവർ വേർപെട്ടിരുന്നു. അതിനുശേഷമാണ് ഇവർ കൂടുതൽ മദ്യപിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ ഇവരെ കുറിച്ച് ജില്ലാ ആശുപത്രിയിൽ സമീപത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാർ തന്നെയാണ് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അപകടമായി വന്ന ഇവരുടെ കാറ് ഇടിച്ചു എന്ന് ആരോപിച്ച് ആംബുലൻസിൽ തട്ടിയെന്ന് ആരോപിച്ച് ആംബുലൻസിന്റെ താക്കോല് അന്നും ഇവർ മദ്യലഹരിയിൽ വന്ന് താക്കോൽ ഊരിക്കൊണ്ട് പോയി എന്നുള്ളതാണ് അവർ നൽകിയ വിവരം. ഇക്കാര്യത്തിൽ പോലീസ് അന്ന് അതിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റു ചില സ്റ്റേഷനിലും ഇവർക്കെതിരെ ഇതിന് സമാനമായ കേസുകളുണ്ട്. പോലീസിന്റെ ഡ്യൂട്ടിയും ഇവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പോലീസിന് ഒരു കാരണവശാലും ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല, അവിടുന്ന് ഇവർ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും വളരെ വ്യക്തമാണ്. കൊല്ലത്ത് മദ്യപ ലഹരിയിൽ ആശങ്ക സൃഷ്ടിച്ച വനിതാ ഡോക്ടർ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്തു. ദിലീപിന്റെ വീട്ടിലെത്തിയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. അതേസമയം ADGP B സന്ധ്യ അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ പൾസർ സുനി എത്തിയിരുന്നുവെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കാവ്യയെയും അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ദിലീപിന്റെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഏൽപ്പിച്ചുവെന്ന് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിൽ പരാമർശിച്ചിരുന്നു. മാത്രമല്ല, ഇവിടെ നിന്ന് സുനിക്ക് 2 ലക്ഷം രൂപ നൽകിയതായും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ആ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇല്ലെന്ന മറുപടിയായിരുന്നു പരിശോധനയ്ക്കിടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അറിയിച്ചത്. ഈ കാര്യങ്ങളെല്ലാം കാവ്യയിൽ നിന്നും അന്വേഷണ സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു. നടിയെ ആക്രമിക്കാൻ കാരണം മഞ്ജു വാര്യരുമായുള്ള കുടുംബബന്ധത്തിലുണ്ടായ തകർച്ചയും നടി അതിന് കാരണക്കാരിയായെന്നുമുള്ള വൈരാഗ്യത്തിലുമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ദിലീപിന് കാവ്യയുമായി വിവാഹത്തിന് മുൻപും ശേഷവുമുള്ള ബന്ധങ്ങളും ദിലീപും നടിയുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഭൂമി ഇടപാട് സംബന്ധിച്ച കാര്യങ്ങളിലും വിശദമായ മൊഴിയെടുത്തു. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ സാഹചര്യത്തിലാണ് കാവ്യയെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ കോടതി നടപടികൾ പരസ്യമായി നടത്തരുതെന്ന് പ്രോസിക്യൂഷൻ. 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം നടക്കവെയാണ് പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിച്ചത്. ആക്രമിക്കപ്പെട്ട നടിക്ക് ദില്ലിയിൽ നിർഭയേക്കാൾ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമായിരുന്നുവെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ A സുരേശൻ അഭിപ്രായപ്പെട്ടു. കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് അടുത്ത മാസം 8 വരെ നീട്ടി. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുള്ള വാദത്തിനിടെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രഹസ്യവിചാരണ ആവശ്യപ്പെട്ടത്. ജാമ്യാപേക്ഷ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത്. ഇരയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായാണ് തുടർന്നുള്ള കോടതി നടപടികൾ രഹസ്യമായി വേണമെന്ന് പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചത്. ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് അതിന്റെ ആവശ്യം, എല്ലാ കാര്യങ്ങളും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയാൽ മാത്രമേ ഈ കേസിന് നന്നായി പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല പരിമിതികളും വരും. പബ്ലിക്കായിട്ട് ട്രയൽ നടത്തുന്നതോ ആർഗ്യൂ ചെയ്യുന്നതോ പരിമിതിയുണ്ട്. രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ നടിക്ക് ദില്ലിയിലെ നിർഭയേക്കാൾ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നും അഡ്വക്കേറ്റ് സുരേശൻ വ്യക്തമാക്കി. നടി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ മൊഴിയുടെ പകർപ്പ് പ്രതിഭാഗത്തിന് നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. കേസിലെ 11-ാം പ്രതിയായ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. അടുത്ത മാസം 8 വരെയാണ് റിമാൻഡ് നീട്ടിയത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാക്കാൻ അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അനുമതി തേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനിയെ തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിച്ചു. താൻ പറയുന്നത് സത്യമാണെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങാനുണ്ടെന്നും പൾസർ സുനി വ്യക്തമാക്കി. ഇനി പറയുന്നതെല്ലാം കള്ളമാണല്ലോ സുനി. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഞാൻ മാറ്റി പറയണമെന്നില്ല. സുനി ഇനി സ്രാവുകളോ ഉണ്ടോ? സുനി ഇനി സ്രാവ് വഴി വരും.
യുവനടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്ന പരാതിയിൽ സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെയും നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെയും പനങ്ങാട് പോലീസ് കേസെടുത്തു. അഭിനയിച്ചതിന് പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും യുവനടി സാഹചര്യം മുതലെടുക്കുകയായിരുന്നുവെന്നും സംവിധായകൻ ലാൽ പ്രതികരിച്ചു. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണി ബി 2 ചിത്രത്തിൽ അഭിനയിച്ച യുവനടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനയിച്ചതിന് പ്രതിഫലം ചോദിക്കാനെത്തിയപ്പോൾ കൊച്ചി പനങ്ങാട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ജീൻ പോളും സുഹൃത്തുക്കളായ നടൻ ശ്രീനാഥ് ഭാസി, അനൂപ്, അനിരുദ്ധ് എന്നിവർ അപമര്യാദയായി സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അഭിനയിച്ചതിന് പ്രതിഫലവും നൽകിയില്ലെന്നും പരാതിയിലുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത പോലീസ് ജീൻ പോൾ ലാൽ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. വഞ്ചനാ കുറ്റത്തിനും സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിനുമാണ് കേസ്. വരും ദിവസങ്ങളിൽ ഇവരെ പോലീസ് ചോദ്യം ചെയ്യും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി സാഹചര്യം മുതലെടുക്കുകയാണെന്നും ജീൻ പോളിന്റെ പിതാവും സംവിധായകനുമായ ലാൽ പ്രതികരിച്ചു. ആ സ്ക്രിപ്റ്റ് നമ്മൾ ഇവള് പോയത് കൊണ്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം, പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടത്തിൽ വന്നിട്ടുള്ള ഭാഗം എല്ലാം കാണിച്ചു. അപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത്ര കേസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം. പിന്നെ ജീനും അനൂപും TV-യിൽ വന്നിരുന്ന മാപ്പ് പറയാൻ വേണമെന്ന് പള്ളി പറഞ്ഞാൽ മതി. കേസിനെ നിയമപരമായി നേരിടുമെന്നും ലാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന കോവളം MLA എം വിൻസെന്റിനെ 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടു. നാളെ വിൻസെന്റിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. വിൻസെന്റിനെ നെടുമങ്ങാട് DYSP ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് കോവളം MLA എം വിൻസെന്റിനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയത്. 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല. തുടർന്ന് നാളെ വൈകിട്ട് 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശത്തോടെ 1 ദിവസത്തേക്ക് MLA പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വൈദ്യപരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയപ്പോൾ CPIM ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് വിൻസെന്റ് ഉന്നയിച്ചത്. FIR രജിസ്റ്റർ ചെയ്ത ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ CPM സെക്രട്ടറി എന്തിനു പോയി എന്നും മൊഴി കൊടുക്കുന്നതിന് തലേ ദിവസം ആ വീട്ടമ്മ മൊഴി കൊടുക്കുന്നതിന് തലേ ദിവസം എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി അർദ്ധരാത്രി നിംസ് ആശുപത്രിയിൽ പോയതെന്നും അവിടുത്തെ CCTV ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസും ആ കോൾ മൊബൈൽ ടവറും പരിശോധിച്ച് പോലീസ് തീരുമാനിക്കണം. തെളിവെടുപ്പിനായി വിൻസെന്റിനെ കൊണ്ടുവരുന്നതറിഞ്ഞ് വൻ ജനാവലിയാണ് ബാലരാമപുരത്തെ RC തെരുവിലെത്തിയത്. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയ വിൻസെന്റിനെ നെടുമങ്ങാട് DYSP ഓഫീസിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. അതിനിടയിൽ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. പീഡനം നടന്ന ദിവസം MLA ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ടെന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണമെന്നും MLAയുടെ വോയിസ് ടെസ്റ്റ് നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. MLA സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ അഴിമതിയിൽ 2 കോൺഗ്രസ് നേതാക്കളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതിയുടെ മുൻ ഭാരവാഹികളായ സുനിൽ C. കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശിശുക്ഷേമ സമിതിയിലെ വിവിധ ക്രമക്കേടുകളെ പറ്റി അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് മുൻ ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളുമായ സുനിൽ C. കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാനായി ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, IPC 201, 167, 168, 171, 34 IPC എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ശിശുക്ഷേമ സമിതിയിൽ വിവിധ ക്രമക്കേടുകൾ നടക്കുന്നതായി സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്ററായി ബിജു പ്രഭാകർ IAS നിയമിക്കാനും സമിതി പിരിച്ചുവിടാനും സർക്കാർ ഉത്തരവിട്ടു. പ്രവാസി ദമ്പതികൾക്ക് ക്രമവിരുദ്ധമായി കുട്ടിയെ ദത്ത് നൽകിയ സംഭവത്തിൽ അഴിമതിയുണ്ടെന്നും ഇതിനായി ഭരണസമിതിയുടെ മിനിറ്റ്സ് ബുക്കിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഒപ്പം 800ഓളം വ്യാജ അംഗങ്ങളെ ചേർത്തതായും ഇതിനായി നിർണായക ഫയലുകളിൽ തിരിമറി നടത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രതികളായ സുനിൽ C. കുര്യൻ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവ് ചെമ്പഴന്തി അനിൽ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് അഴിമതിയും ക്രമക്കേടും നടന്നത്. ഇരുവർക്കുമെതിരെ റെഡ് ക്രോസിലെ അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. പീഡനക്കേസിൽ കോവളം MLA എം വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അഴിമതി കേസിൽ തലസ്ഥാനത്തെ 2 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി അറസ്റ്റിലായത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് പണം നൽകാതെ മടങ്ങിയത് ADGP ടോമിൻ തച്ചങ്കരി. ഏപ്രിൽ 8-ന് ഔദ്യോഗിക ആവശ്യത്തിന് കോഴിക്കോട് എത്തിയപ്പോഴാണ് സംഭവം. അതേസമയം ബിൽ ലഭിച്ച ഉടൻ പണം അടച്ചെന്ന് തച്ചങ്കരി അറിയിച്ചു. ഏപ്രിൽ 8-ന് രാത്രി 11 മണിക്ക് ശേഷമാണ് കോഴിക്കോട് മാവൂർ റോഡിലെ സ്വകാര്യ ഹോട്ടലിൽ ADGP ടോമിൻ തച്ചങ്കരി മുറിയെടുത്തത്. 9-ന് വൈകിട്ട് 7 മണിക്ക് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ബിൽ തുകയായ 8,519 രൂപ നൽകാതെയായിരുന്നു തച്ചങ്കരിയുടെ മടക്കം.
പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കുന്നതിനായാണ് ADGP കോഴിക്കോടെത്തിയത്. എന്നാൽ ഹോട്ടൽ മാനേജർ ബിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. പക്ഷേ പണം നൽകാൻ പോലീസ് അധികൃതർ തയ്യാറായില്ല. ബിൽ പിന്നീട് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കുകയും ചെയ്തു. അതേസമയം ഹോട്ടൽ അധികൃതർ ബിൽ എത്തിക്കാൻ വൈകിയെന്നും ബിൽ ലഭിച്ച ഉടൻ പണമടച്ചെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിന് അധോലോക ബന്ധങ്ങളുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. അധോലോക നേതാവ് ചോട്ടാ രാജന്റെ അനുയായിയായ പർവേസ് ഖാനൊപ്പം നായിക്കിന് വൻ ഭൂമി നിക്ഷേപങ്ങളുണ്ടെന്നും NIA കണ്ടെത്തി. ഇതോടെ വിദേശകാര്യ മന്ത്രാലയം സാക്കിർ നായിക്കിന്റെ പാസ്പോർട്ട് അസാധുവാക്കി. ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിന് അധോലോക ബന്ധങ്ങളുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയാണ് വെളിപ്പെടുത്തിയത്. സാക്കിർ നായിക്കിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടെയാണ് ഇക്കാര്യങ്ങൾ തെളിഞ്ഞതെന്നും NIA വ്യക്തമാക്കുന്നു. അധോലോക നേതാവ് ചോട്ടാ രാജന്റെ അനുയായിയായ പർവേസ് ഖാൻ എന്ന നിർമ്മാതാവിനൊപ്പം സാക്കിർ നായിക് വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും NIA കണ്ടെത്തി. മുംബൈയിലും പൂനെയിലും പർവേസ് ഖാനുമൊത്ത് സാക്കിർ നായിക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെന്നും NIA പറയുന്നു. ദുബായ് കേന്ദ്രമാക്കിയുള്ള സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും NIA അന്വേഷിക്കുന്നുണ്ട്. ദുബായിലെ പസഫിക് സിറ്റി എന്ന 226 വില്ലാ പ്രൊജക്ടുകൾക്കായി വൻതുക സാക്കിർ നായിക് നിക്ഷേപിച്ചിരുന്നു. പിന്നീട് P-City എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടാതെ സക്കീർ നായിക്കിന്റെ എമിറേറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് മുംബൈയിലെ യൂണിയൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തവണകളായി ലക്ഷങ്ങളുടെ നിക്ഷേപം എത്തിയതായും NIA കണ്ടെത്തി. അന്വേഷണ വിവരങ്ങൾ NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സാക്കിർ നായിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ഇതിനിടെ NIAയുടെ അപേക്ഷ പ്രകാരം വിദേശകാര്യ മന്ത്രാലയം സാക്കിർ നായിക്കിന്റെ പാസ്പോർട്ട് അസാധുവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഒരിടവേള കൂടി. വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കളും കൂട്ടാളികളും അറസ്റ്റിൽ. 7 പേരാണ് പോലീസ് പിടിയിലായത്. റബിയുള്ളയുടെ അടുത്ത സുഹൃത്തായ തന്നെ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് അസ്ലം ഗുരുക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് റബിയുള്ളയുടെ കോഡൂരിലെ വസതിയിലെത്തി തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടന്നത്. 3 വാഹനങ്ങളിലെത്തിയ സംഘം വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഇതിനിടെ നാട്ടുകാർ 4 പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. BJP ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അസ്ലം ഗുരുക്കൾ ഉൾപ്പെടെ 3 പേരെ കോഴിക്കോട്ട് നിന്നാണ് പിടികൂടിയത്. 2 തോക്കുകളും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഒരു ദുരുദ്ദേശത്തോടുകൂടിയാണ് അവിടെ കയറിയെന്നുള്ളതാണ് പോലീസിന്റെ മനസ്സിലാവുന്നത്. അയാളെ തട്ടിക്കൊണ്ടുപോയി എന്തോ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്. അതപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. റബിയുള്ളയുടെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. എന്നാൽ അസ്ലം ഗുരുക്കൾ റബിയുള്ളയുടെ സുഹൃത്താണെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നുമാണ് അവകാശപ്പെടുന്നത്. റബിയുള്ളയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനെത്തിയതാണെന്നും സംഘം പോലീസിനോട് പറഞ്ഞെങ്കിലും മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്ത് ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 122 സ്ഥാപനങ്ങൾക്കെതിരെയും 74 വ്യാപാരികൾക്കെതിരെയും കേസെടുത്തു. MRPയേക്കാൾ കൂടുതൽ വില, അളവുതൂക്ക വ്യത്യാസം എന്നിവ കണ്ടെത്തുന്നതിന്റെ ഭാഗമായായിരുന്നു മിന്നൽ പരിശോധന. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് സർക്കാർ നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി പൊതുമാർക്കറ്റുകൾ, പച്ചക്കറി, കോഴി വിൽപ്പന കേന്ദ്രങ്ങൾ, വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ലീഗൽ മെട്രോളജി വകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത്. 122 സ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസെടുത്ത് നടപടി ആരംഭിച്ചത്. മുദ്ര ചെയ്യാത്ത ത്രാസുകൾ ഉപയോഗിച്ചതിന് 74, പാക്കറ്റിന്റെ പുറത്ത് രജിസ്ട്രേഷൻ എടുക്കാത്തതിന് 34, അമിതവിലയ്ക്ക് 7, വില തിരുത്തിയതിന് 5, അളവ് കുറവിന് 2 സ്ഥാപനങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സംസ്ഥാന വ്യാപകമായി 48ലധികം മാർക്കറ്റുകളിൽ നിന്നായി അളവുതൂക്ക നിയമലംഘനം നടത്തിയ 74 വ്യാപാരികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ലീഗൽ മെട്രോളജി ദക്ഷിണ മേഖല ഡെപ്യൂട്ടി കമ്മീഷണർ രത്തൻ രാജ് പറഞ്ഞു. അളവുതൂക്ക ഉപകരണങ്ങൾ മുദ്ര ചെയ്യാതെ വിൽക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, മാർക്കറ്റുകളിലാണ് പ്രധാനമായിട്ടും അത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും സ്ഥിരമായ കച്ചവടക്കാരല്ലാത്ത ആളുകൾ, അതായത് ഷോപ്പ് നമ്പറൊന്നും ഇല്ലാത്ത വെൻഡേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കച്ചവടങ്ങളിൽ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. ഈ നോട്ടീസ് നൽകുന്നതിനനുസരിച്ച് അവർക്ക് ഓഫീസിൽ ഹാജരാക്കിയാലും മുദ്ര ചെയ്ത് നൽകും. അതിൻ്റെ ഫൈൻ അടയ്ക്കാത്ത ആളുകൾക്കെതിരെ കോടതി നടപടികളിലൂടെ കേസെടുത്ത് നടപടികൾ നടത്തുന്നതായിരിക്കും. MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കുക, വിൽപ്പന വില, അളവ് തൂക്കത്തിലെ വ്യത്യാസം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിർമ്മാതാക്കളുടെ മേൽവിലാസം ഉൾപ്പെടുത്താതിരിക്കുക എന്നിവ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. ഇനിയും പരിശോധന തുടരാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരിടവേള കൂടി. പ്രതിരോധ മേഖലയ്ക്ക് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ബെമൽ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നില്ലെന്ന സർക്കാർ ന്യായീകരണം
തട്ടിപ്പ്. ഓഹരി പങ്കാളിത്തം ഉയർത്തി ബെമലിന്റെ മാനേജ്മെന്റ് നിയന്ത്രണം സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുനൽകിയാണ് സർക്കാർ. 46% സ്വകാര്യ പങ്കാളിത്തം 72% സർക്കാർ ഉയർത്തുന്നത്. അതും ബെമലിന്റെ ഭൂമി വില കുത്തനെ വിലയിടിച്ചാണെന്നും റിപ്പോർട്ടുകൾ. സാങ്കേതികമായി ബെമൽ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നില്ലെന്ന് അവകാശപ്പെടുമ്പോഴും ഒരേ സമയം മാനേജ്മെന്റ് നിയന്ത്രണം പൂർണ്ണമായും സ്വകാര്യ കുത്തകകൾക്ക് നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. പ്രതിരോധം, വ്യോമയാനം, ഖനനം, റെയിൽ, മെട്രോ മേഖലയ്ക്ക് ആവശ്യമായ തന്ത്രപ്രധാന ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബെമലിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന സ്വകാര്യ പങ്കാളിത്തം 46% മാത്രമാണ്. 54% സർക്കാർ പങ്കാളിത്തം നിലനിർത്തി പ്രതിരോധ മേഖലയ്ക്ക് കീഴിലെ സ്ഥാപനത്തിന്റെ നിയന്ത്രണം കൈകാര്യം ചെയ്തിരുന്നതും സർക്കാരാണ്. എന്നാൽ സർക്കാരിന്റെ 54% ഓഹരിയിൽ 26% കൂടിയാണിപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നത്. ഇതോടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ സ്വകാര്യ ഓഹരി 72% വർദ്ധിക്കും. തന്ത്രപ്രധാന ഉപകരണങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ബെമലിന്റെ മാനേജ്മെന്റ് നിയന്ത്രണവും സ്വാഭാവികമായും സ്വകാര്യ കമ്പനികൾ ഏറ്റെടുക്കും. അതും ഇക്കഴിഞ്ഞ വർഷം 1900 കോടി രൂപ ലാഭം നേടിത്തന്ന പൊതുമേഖലാ സ്ഥാപനം. ഓഹരി വിൽപ്പനയുടെ ചരിത്രമാകെടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളത് ആസ്തി വില കുറച്ച് കാണിക്കുന്നതിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഭൂമി വില കുറച്ച് കാണിക്കുന്നതിലാണ്. അതിവിടെയും നടക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദില്ലി, മുംബൈ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലെ ബെമലിന്റെ ഭൂമി വില വെട്ടിക്കുറച്ച് കാണിച്ചാണ് നെറ്റ് ക്യാരിങ് വാല്യൂ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. 3500 കോടിക്കടുത്തുള്ള ബെമലിന്റെ ഭൂമിക്ക് സർക്കാർ വിലയിട്ടിരിക്കുന്നത് 12.8 കോടി രൂപ മാത്രം. ഭൂമി വില 100-1 വെട്ടിക്കുറച്ച് 56,500 കോടി ആസ്തിയുള്ള ബെമലിന്റെ 26% ഓഹരി വിൽക്കുന്നത് 518 കോടി രൂപയ്ക്കും. 26% ഓഹരികൾ കൂടി സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും സ്വകാര്യ കുത്തകകൾക്ക് കൈമാറുകയാണ് സർക്കാർ. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ദില്ലി. സൈനിക കോഴ തട്ടിപ്പിൽ BJP നേതാവ് MB രാജൻ കോഴ വാങ്ങിയതായി സ്ഥിരീകരണം. കക്കട്ടിലെ BJP പ്രവർത്തകനായ അശ്വന്തിൽ നിന്നും MB രാജൻ പണം വാങ്ങിയതായി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി PE രാജേഷ് പറയുന്നു. കോഴയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിക്കുള്ള ഡൊണേഷൻ ആണെന്നും വിശദീകരണം. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. ആ റിപ്പോർട്ടുമായി ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് BJP മേഖലാ സെക്രട്ടറി MP രാജൻ BJP പ്രവർത്തകരിൽ നിന്നും കോഴ വാങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. കുറ്റ്യാടി പോലീസ് രാജനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രാജൻ പണം വാങ്ങിയതായി സ്ഥിരീകരിക്കുന്ന ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PE രാജേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നത്. പരാതിക്കാരനായ അച്യുതിൽ നിന്നും രാജൻ പണം കൈപ്പറ്റിയെന്നാണ് രാജേഷ് സമ്മതിക്കുന്നത്. എന്നാൽ കൈക്കൂലിയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകാനുള്ള ഡൊണേഷനാണെന്നാണ് വാദം. രാജേഷിന്റെ ശബ്ദരേഖ പീപ്പിൾ പുറത്തുവിട്ടു. പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത കുറെ കേണൽമാരുമെല്ലാം ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച 100% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും ജോലി സാധ്യത ഉറപ്പാണ്. അതിനവിടെ ഡൊണേഷൻ ആവശ്യമുണ്ട്. നമ്മളിത് കൈക്കൂലി എന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ 5 ലക്ഷം രൂപ വരെ അവർ മേടിക്കുന്നുണ്ട്. പക്ഷെ രാജേട്ടന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാജേട്ടന്റെ സ്വാധീനം കൊണ്ടും BJPയിൽ നിന്നറിയപ്പെടുന്ന നേതാവായതുകൊണ്ടും 1.5 ലക്ഷം രൂപ അവിടെ ചെലവ് വരുമെന്നും ആ പൈസ കൊടുത്താൽ ഈ ചെറുപ്പക്കാരന് അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പരിശീലനം കൊടുക്കാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ അവർ 1 ലക്ഷം രൂപയുമായിട്ട് രാജേട്ടന്റെ കെയർ ഓഫിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പൈസ കൊടുക്കുന്നു. 40,000 അവർ ഡയറക്റ്റ് ആയിട്ടും 1 ലക്ഷം രാജേട്ടന്റെ മുഖാന്തരവും കൊടുത്തു. രാജനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുവാനാണ് രാജേഷ് ശബ്ദരേഖ തയ്യാറാക്കിയത്. എന്നാൽ ഇത് രാജന് തന്നെ കുരുക്കായി മാറിയിരിക്കുകയാണ്. BJPയുടെ സൈനിക കോഴ സ്ഥിരീകരിക്കുന്ന ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലുള്ളത്. MP രാജന് പുറമെ മറ്റ് നേതാക്കൾ കൂടി ഈ കോഴയിൽ പങ്കുണ്ടെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്.